സാന്ത്വനത്തിന്റെ വരാനിരിക്കുന്ന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനൊക്കെ ഒരുവിധം അടുത്തിങ്ങനെ ഒരു സന്തോഷമൊക്കെ ആയി വരുന്നതാണ്. അതായത് തല്ലും വഴക്കൊന്നും ഇല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം സ്നേഹമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം പോലെ അവർ അങ്ങോട്ട് ഇങ്ങോട്ട് തുറന്നൊന്നും പറയുന്നില്ല അവരുടെ ഇഷ്ടം. അതേസമയം തന്നെ ബാലേട്ടന്റെ പിറന്നാളാണ്. അത് അങ്ങനെ അറിയാൻ കാരണം നമ്മുടെ ഗോമതി ഒരു അമ്പലത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അമ്മ അമ്പലത്തിൽ പോയത് അച്ഛൻ്റെ പിറന്നാള് കാരണമാണെന്നുള്ള കാര്യം നമ്മുടെ ആനന്ദിന്റെ ഭാര്യ അറിയുന്നുണ്ട്. അങ്ങനെ ആനന്ദിന്റെ ഭാര്യ ആ കാര്യം മിത്രനോടും മീനാക്ഷിയോടും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ബാലനൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാവരും കൂടെ പുറത്തൊക്കെ പോയി ബാലന് വേണ്ട ഗിഫ്റ്റും കാര്യങ്ങളും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും. ഭക്ഷണ സാധനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ആരും അറിയില്ല, ഗോമതി പോലും അറിയില്ല. അങ്ങനെ 3 മരുമക്കൾ കൂടി കഴിഞ്ഞിട്ട് അമ്മായിയച്ഛന് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബാലൻ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ഇത് പൊട്ടിക്കും. അതാ നമ്മുടെ ആനന്ദന് പൊട്ടിക്കുന്നത്. എന്താ ആദ്യം ബാലൻ ആകെ ഞെട്ടി പിന്നെ ദേഷ്യം വീടൊക്കെ ഇങ്ങനെ വൃത്തികേടായി കണ്ടപ്പോൾ ബാലൻ അതൊന്നും കാണില്ല. ബാലൻ പറഞ്ഞത് എന്തീ കാണിച്ചത്, ഹോളൊക്കെ വൃത്തികേടാക്കിയല്ലോ നിങ്ങൾ. അപ്പോൾ പെട്ടെന്ന് ആനന്ദിന് പേടിയാവും. പിന്നീട് ആകാശും എല്ലാവരും മരുമക്കളെല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയും. ബാലൻ ഇങ്ങനെ ആദ്യം ദേഷ്യത്തോടെ നിൽക്കും. അപ്പം എല്ലാവർക്കും വിഷമാവും ബാലൻ്റെ മുഖം കാണുമ്പോൾ. പിന്നീട് ബാലന് കാര്യം മനസ്സിലാക്കാൻ ബാലൻ പെട്ടെന്ന് ചിരിക്കും. പിന്നീട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആര് പറഞ്ഞു പറഞ്ഞപ്പോൾ അതെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു സർപ്രൈസ് തന്നാണെന്ന് പറയും. അങ്ങനെ ബാലനാകെ അങ്ങനെ അന്തം വിട്ട് നിൽക്കണം. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയും. അതായത് ആദ്യം ഇളയ മോള് പറയും, പിന്നെ ഗോമതിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കും. മിത്ര പറയും, മീനാക്ഷി പറയും, പുതിയ മരുമോള് പറയും, മക്കളെല്ലാവരും പറയും. പക്ഷെ ആര്യന് മാത്രം പറയാനൊരു വിഷമം. ആര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുമോ, അതിനോടുള്ളൊരു ദേഷ്യം പുറത്ത് കാണിക്കുന്ന ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് ദേഷ്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആര്യന് പറയാൻ പേടി. എന്നാലും ആര്യൻ്റെ മുഖത്തേക്ക് വിഷമത്തോടെ ഇങ്ങനെ ബാലൻ നോക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ പറയുമോ അറിയാൻ വേണ്ടിയില്ല. പറയും പിറന്നാൾ ആശംസകൾ അച്ഛാന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ബാലൻ്റെ കണ്ണെന്ന് അറിയും, ആര്യൻ്റെ കണ്ണെന്ന് അറിയും. അത്രയ്ക്ക് ഒരു ഭാഗമാണ്, അങ്ങനത്തെ ഒരു വിഷമം തോന്നിക്കുന്ന ഒരു ഭാഗമാണ് അതിൽ കാണിക്കുന്നത്. പിന്നീട് ഇതൊന്നും എല്ലാവർക്കും നിങ്ങളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നേന്ന് നോക്കി. ഇതൊക്കെ വേണ്ട കാര്യമൊന്നുമില്ല, മക്കളുടെ പിറന്നാളൊക്കെ അല്ലേ ആഘോഷിക്കുക. അത് ഈ പ്രായത്തിൽ തന്നെ ഇപ്പം 50 വയസ്സിൻ്റെ പിറന്നാളല്ലേ, ഇത് ആഘോഷിച്ചേ പറ്റൂന്ന് മീനാക്ഷി പറയും. പിന്നീട് എല്ലാവരും ഇങ്ങനെ കൈ കൊടുത്ത് ആശംസിക്കുന്നത് നമ്മുടെ ആര്യൻ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിഠായി വാങ്ങിയിട്ടുണ്ടാവും. ഒരു പനീർ കേക്ക് പോലത്തെ ഒരു സാധനം ഒരു ടിന്നിൽ അത് മേടിച്ചിട്ട് മിത്ര അങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും ആര്യനോട് അത് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആര്യൻ അത് വിഷമമുണ്ട്, മേടിക്കുമോയെന്ന് അറിയില്ല. അങ്ങനെ ആര്യൻ അത് നീട്ടുമ്പോൾ നമ്മുടെ അച്ഛന് ഭയങ്കര വിഷമാവും. അങ്ങനെ ബാലൻ അത് മേടിച്ച് വായിലിടുന്നുണ്ട്. എല്ലാവരും ആശംസകൾ പറഞ്ഞ് എനിക്കിഷ്ടമുള്ള മിഠായി ആര്യൻ തന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമാകും. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല എന്ന് പറയും. പിന്നെ കേക്ക് കൊണ്ടുവയ്ക്കും. ബാലൻ എന്ത് ചെയ്താൽ കേക്ക് മുറിക്കാൻ കൂട്ടാക്കില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കേക്ക് എല്ലാവരും കൂടെ നിർബന്ധിച്ച് കേക്ക് മുറിപ്പിച്ച് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കും. മരുമക്കൾക്കൊക്കെ കയ്യിലും കൊടുക്കും, മക്കൾക്കും ആര്യനൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഗോമതിക്കും കൊടുക്കും. എന്നിട്ട് പിന്നെ ബാലൻ കരയിന് ചെയ്യുന്നത്. ചെറുപ്പത്തിലെ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. പിറന്നാളെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഗോമതി ഇനി ഒരു പിറന്നാൾ എൻ്റെ ആഘോഷിച്ച് തുടങ്ങിയത്. ആഘോഷിക്കൊന്നുമില്ല, അമ്പലത്തിൽ പോവും. കേക്ക് മുറിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് പറഞ്ഞ് ബാലൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കും. അങ്ങനെ അച്ഛൻ്റെ വിഷമമൊക്കെ മക്കളെല്ലാവരും ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മീനാക്ഷി ഇത്രയും പറയുന്നു. അതൊക്കെ പോട്ടെ, ഈ സമയത്ത് വിഷമിക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇനിയും സർപ്രൈസുകൾ ഒരുപാടുണ്ടെന്ന് പറയും. ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കും ബാലൻ. അങ്ങനെ 3 മരുമക്കളും 3 പൊതിയായിട്ട് വരുന്നുണ്ട്. ഡ്രസ്സ്, ഷർട്ട്, പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ്, വാച്ച്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണ്. കൂട്ടത്തിൽ അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരോട് അപ്പം പിന്നെയും ബാലൻ്റെ കണ്ണൊക്കെ നിറയുന്നു. മക്കളെ ഇത്രയധികം മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഇതൊക്കെ മീനാക്ഷി മേടിച്ചാണെന്ന് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ മേടിച്ചാണെന്ന് പറയുമ്പോൾ ഗോമതി ചോദിക്കുന്നു ഇതൊക്കെ എപ്പോൾ മേടിച്ചടി എന്ന് ചോദിക്കും. ഞങ്ങളെ നിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് വാങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞ് പോയി വാങ്ങിയത് നമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ ബാലനെ കൊണ്ട് നിർബന്ധിച്ച് ആ ഷർട്ടൊക്കെ ഇടിയിപ്പിക്കും. അതുപോലെ തന്നെ ആ ചെരുപ്പും എല്ലാം ഇട്ട് ഇങ്ങനെ നല്ല പുതിയ പുതുമണവാളൻ്റെ പോലെ വരും. ഗോമതിനെ കൊണ്ട് ആ സാരിയൊക്കെ ഉടുപ്പിക്കും. ബാലനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മക്കൾ ഇങ്ങനെ ഒരു സമ്മാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല എന്ന് തന്നെയാണ് ബാലൻ പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടെ വീട്ടിലെല്ലാവരും ഇത്രയും ആര്യനടക്കം എല്ലാവരും കൂടി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. മിത്രനോട് വല്ലാത്ത സ്നേഹം തന്നെയാണ് ബാലന്. മിത്രനെ മോളേന്ന് തന്നെ വിളിക്കുള്ളൂ. മിത്രനെ കൊണ്ടാവുന്നൊരു ഗിഫ്റ്റ് മേടിച്ചും കഴിഞ്ഞിട്ട് ബാലന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.